അടുത്തതായിട്ടുള്ള ഭാവം എന്ന് പറയുന്നത് ശ്രീധരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഭാവമാണ്. അതായത് സർവ്വഭൂതങ്ങളുടെയും ജനനിയായിട്ടുള്ള സാക്ഷാൽ ശ്രീനെ വക്ഷസ്സിൽ ധരിച്ചിട്ടുള്ള ആളാരാണ്? ശ്രീധരൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ ശ്രീധരനെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? വലത്തെ കയ്യിൽ മേലെ ചക്രം പിടിച്ചിട്ടുണ്ടാവും, ഇടത്തെ കയ്യിൽ മേലെ ഗദ പിടിച്ചിട്ടുണ്ടാവും, വലത്തെ കയ്യിൽ താഴെ പത്മം പിടിച്ചിട്ടുണ്ടാവും, ഇടത്തെ കയ്യിൽ താഴെ ശംഖ് പിടിച്ചിട്ടുണ്ടാവും. ഇപ്പം മഹാവിഷ്ണുവിൻ്റെ ധ്യാനം തന്നെ ഉണ്ടല്ലോ. ഓം ഭാസ്വൽ ഭാസ്വൽ സഹസ്രപ്രഭമരിതര കൗമോദകീ പങ്കജാനി ദ്രാഗിഷ്ഠൈർബാഹുദണ്ഡൈർദതമചിതമാപീതവാസോവസാനം ധ്യായേൽ സ്പായൽ കിരീടോജ്വലമകുടമഹാകുണ്ഡലം വന്യമാല വത്സശ്രീകൗസ്തുഭാഢ്യം സ്മിതമധുരമുഖം ശ്രീധരാശ്ലിഷ്ടപാർശ്വം. അർച്ചാവതാരമൂർത്തിയിലെ 10ാമത്തെ ഭാവം എന്ന് പറയുന്നത് ഹൃഷികേശൻ എന്ന് പറഞ്ഞിട്ടുള്ള ഭാവമാണ്. അപ്പം ഹൃഷീകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ. അപ്പോൾ ക്ഷേത്രജ്ഞ രൂപത്തിൽ ഈ ഇന്ദ്രിയങ്ങളുടെയൊക്കെ ഈശനായിട്ടുള്ള ആളാണ് ആര്? ഈ മഹാവിഷ്ണു എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ദേവൻ ആയതിനാൽ ഋഷികേശൻ എന്നുള്ളത് ഒരു തരത്തിൽ പറയാം. അതല്ലെങ്കിൽ എന്താണ്, സൂര്യചന്ദ്ര രൂപങ്ങളായിട്ടുള്ള, അതായത് യാതൊരുവന് ലോകപ്രീതികരമായിട്ടുള്ള രശ്മികൾ കേശങ്ങളുണ്ടോ അവൻ ഋഷികേശൻ എന്നുള്ള സങ്കല്പത്തിലും പറയാറുണ്ട്. അപ്പോൾ ഈ ഋഷികേശനെ മനസ്സിലാക്കുന്നത് നമ്മളെങ്ങനെയാണ്? വലത്ത് കയ്യിൽ മേലെ ചക്രം പിടിച്ചിട്ടുണ്ടാവും, ഇടത്തെ കയ്യിൽ മേലെ പത്മം പിടിച്ചിട്ടുണ്ടാവും, വലത്തെ കയ്യിൽ താഴെ ഗദ പിടിച്ചിട്ടുണ്ടാവും, ഇടത്തെ കയ്യിൽ താഴെ ശംഖ് പിടിച്ചിട്ടുണ്ടാവും. അർച്ചാവതാരമൂർത്തിയിലെ 11ാമത്തെ ഭാവം എന്ന് പറയുന്നത് പത്മനാഭൻ എന്ന് പറഞ്ഞിട്ടുള്ള ഭാവമാണ്. അപ്പം സർവ്വജഗത് കാരണമായിട്ടുള്ള ആ ഒരു പത്മം, ആ പത്മം നാഭിയിലുള്ളവൻ ആരാണോ അവനാണ് സാക്ഷാത് പത്മനാഭൻ എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഈ സാക്ഷാൽ പത്മനാഭസ്വാമീനെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? വലത്തെ കയ്യിൽ മേലെ പത്മം പിടിച്ചിട്ടുണ്ടാവും, ഇടത്തെ കയ്യിൽ മേലെ ചക്രം പിടിച്ചിട്ടുണ്ടാവും, വലത്ത് താഴെ ശംഖ് പിടിച്ചിട്ടുണ്ടാവും, ഇടത്ത് കയ്യിൽ താഴെ ഗദ പിടിച്ചിട്ടുണ്ടാവും. അർച്ചാവതാരമൂർത്തികളിൽ അടുത്തത് ദാമോദരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഭാവമാണ്. മഹാഭാരതത്തിൽ തന്നെ പറയുന്നുണ്ട് ദാമോദരം വിധൂന്ന്. അതായത് ദമാതി സാധന മൂലം ഉദരമായ, അതായത് ഉത്കൃഷ്ടമായ മതി, ആ മതിയിൽ നിന്നാണ് ഗമ്യനായതുകൊണ്ട് ദാമോദരൻ എന്നുള്ളത് ഒരർത്ഥത്തിൽ പറയും. അതല്ലെങ്കിൽ എന്താണ്, യശോദയാൽ ധാമം, അതായത് കയറ്, ഈ കയറ് ഉദരത്തിൽ ബന്ധിക്കപ്പെട്ട ആളായതുകൊണ്ട് ദാമോദരൻ എന്നുള്ളതും ഒരർത്ഥത്തിൽ പറയാറുണ്ട്. ഈ ദാമോദരമൂർത്തിനെ നമ്മൾ മനസ്സിലാക്കുന്നത് വലത്ത് മേൽഭാഗത്ത് ശംഖും, ഇടത്ത് മേൽഭാഗത്ത് ഗദയും, വലത്ത് താഴ്ഭാഗത്ത് പത്മവും, ഇടത്ത് താഴ്ഭാഗത്ത് ചക്രവുമാണ് ധരിച്ചിട്ടുള്ളത്. അർച്ചാവതാരമൂർത്തിയിലെ 13ാമത്തെ ഭാവം എന്ന് പറയുന്നത് സംഘർഷണം എന്ന് പറഞ്ഞിട്ടുള്ള ഭാവമാണ്. അതായത് സാക്ഷാൽ സംഘർഷണമൂർത്തി തന്നെ. അതായത് ശ്രീരാമൻ്റെ കൂടെ ലക്ഷ്മണൻ ഉള്ളതുപോലെ, അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ കൂടെ ബലരാമൻ ഉള്ളതുപോലെ തന്നെ. അപ്പം ഇവരെ നമുക്ക് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? വലത്തെ കയ്യിൽ മേലെ ശംഖ് പിടിച്ചിട്ടുണ്ടാവും, ഇടത്തെ കയ്യിൽ മേലെ പത്മം പിടിച്ചിട്ടുണ്ടാവും, വലത്തെ കയ്യിൽ താഴെ ഗദ പിടിച്ചിട്ടുണ്ടാവും, ഇടത്തെ കയ്യിൽ താഴെ ചക്രം പിടിച്ചിട്ടുണ്ടാവും. ഇതാണ് സംഘർഷണമൂർത്തിയുടെ അർച്ചാവതാരത്തിലുള്ള ഭാവം. അർച്ചാവതാരമൂർത്തിയിലെ 14ാമത്തെ ഭാവം വാസുദേവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഭാവമാണ്. അപ്പം സർവം വാസയതി എന്നതിനാൽ വസു, അല്ലെങ്കിൽ ദിവ്യതി, അല്ലെങ്കിൽ ക്രീഡിക്കുന്നു, വ്യവഹരിക്കുന്നു, വിജയിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ഗമിക്കുന്നു എന്നൊക്കെ പറയാം. അപ്പോൾ അതുകൊണ്ട് ദേവാഹ, അപ്പം അതങ്ങനെ ചേർന്ന് കഴിഞ്ഞിട്ട് വസുദേവ എന്ന് പറഞ്ഞ ഭാവത്തിൽ പറയാറുണ്ട്. അപ്പോൾ ഈ വസുദേവമൂർത്തിനെ നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ്? വലത്തെ കയ്യിൽ മേലെ ശംഖ് ഉണ്ടാവും, ഇടത്തെ കയ്യിൽ മേലെ ചക്രം ഉണ്ടാവും, വലത്തെ കയ്യിൽ താഴെ ഗദയുണ്ടാവും, ഇടത്തെ കയ്യിൽ താഴെ പത്മം ഉണ്ടാവും. അർച്ചാവതാരമൂർത്തിയിലെ അടുത്ത ഭാവം എന്ന് പറയുന്നത് പ്രദ്യുമ്നൻ എന്ന് പറഞ്ഞിട്ടുള്ള ഭാവമാണ്. അതായത് പ്രകൃഷ്ടമായ ദ്യുമ്നം, ദ്രവിണം ഉള്ളവൻ, അല്ലെങ്കിൽ ചതുർവ്യൂഹങ്ങളിൽ എന്താണ് 3ാമത്തെ വ്യൂഹം എന്ന് വേണമെങ്കിൽ പറയാം. ശ്രീകൃഷ്ണൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, ഇവരാണ് ചതുർവ്യൂഹങ്ങൾ. അതിൽ 3ാമത്തെ വ്യൂഹം പ്രദ്യുമ്നൻ. ഈ പ്രദ്യുമ്നനെ നമുക്ക് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? വലത്തെ കയ്യിൽ മേലെ ശംഖ് പിടിച്ചിട്ടുണ്ടാവും, ഇടത്തെ കയ്യിൽ മേലെ ഗദ പിടിച്ചിട്ടുണ്ടാവും, വലത്തെ കയ്യിൽ താഴെ ചക്രം പിടിച്ചിട്ടുണ്ടാവും, ഇടത്തെ കയ്യിൽ താഴെ പത്മം പിടിച്ചിട്ടുണ്ടാവും. അർച്ചാവതാരമൂർത്തിയിലെ 16ാമത്തെ ഭാവം എന്ന് പറയുന്നത് അനിരുദ്ധൻ എന്ന് പറഞ്ഞിട്ടുള്ള ഭാവമാണ്. അതായത് ആരാലും നിരുദ്ധനല്ലാത്തവൻ അനിരുദ്ധൻ, അല്ലെങ്കിൽ ചതുർവ്യൂഹത്തിൽ എന്താണ് 4ാമത്തെ വ്യൂഹം. നേരത്തെ പറഞ്ഞല്ലോ, ശ്രീകൃഷ്ണൻ, സംഘർഷൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, ഇവരാണ് ചതുർവ്യൂഹങ്ങൾ വരുന്നത്. ഇതിൽ 4ാമത്തെ വ്യൂഹമാണ് അനിരുദ്ധൻ. ഈ അനിരുദ്ധമൂർത്തിനെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുക? വലത്തെ കയ്യിൽ മേലെ ഗദ പിടിച്ചിട്ടുണ്ടാവും, ഇടത്തെ കയ്യിൽ മേലെ ശംഖ് പിടിച്ചിട്ടുണ്ടാവും, വലത്തെ കയ്യിൽ താഴെ ചക്രം പിടിച്ചിട്ടുണ്ടാവും, ഇടത്തെ കയ്യിൽ താഴെ പത്മം പിടിച്ചിട്ടുണ്ടാവും. 17ാമത്തെ
സങ്കല്പം എന്ന് പറയുന്നത് പുരുഷോത്തമൻ എന്ന് പറയുന്ന സങ്കല്പമാണ്. അത് പുരുഷന്മാരിൽ ഉത്തമനായിട്ടുള്ളവൻ പുരുഷോത്തമൻ എന്ന് പറയും. അത് വലത്തെ കയ്യിൽ മേലെ പത്മം പിടിച്ചിട്ടുണ്ടാവും, ഇടത്തെ കയ്യിൽ മേലെ ശംഖ് പിടിച്ചിട്ടുണ്ടാവും, വലത്തെ കയ്യിൽ താഴെ ചക്രം പിടിച്ചിട്ടുണ്ടാവും, ഇടത്തെ കയ്യിൽ താഴെ ഗദ പിടിച്ചിട്ടുണ്ടാവും. അടുത്ത ഭാവം എന്ന് പറയുന്നത് അധോക്ഷജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഭാവമാണ്. അതായത് അധോഭാഗം, താഴെ പൃഥ്വി, മേലെ എന്താണ് അക്ഷം, അതായത് ആകാശം. അപ്പം ഇവയുടെ മധ്യത്തിലായിട്ട് വൈരാജ രൂപത്തിൽ ജനിച്ചതാൽ എന്താണ് അധോക്ഷജൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒന്ന് പറയാറുണ്ട്. അതല്ലെങ്കിൽ എന്താണ് അക്ഷഗണത്തെ, അതായത് ഇന്ദ്രിയ സമൂഹത്തിനെ അധോഭൂതമാക്കിയിട്ട്, അതായത് നിയന്ത്രിച്ചിട്ട് ജ്ഞാനം ജനിപ്പിക്കുന്നവനാവയാൽ ാണ് അധോക്ഷജൻ എന്നുള്ളത് വേറൊരു അർത്ഥത്തിൽ പറയാറുണ്ട്. അധോക്ഷജൻ എന്ന് പറയുന്ന ഭാവത്തിൽ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? വലത്തെ കയ്യിൽ മേലെ ഗദ പിടിച്ചിട്ടുണ്ടാവും, ഇടത്തെ കയ്യിൽ മേലെ ശംഖ് പിടിച്ചിട്ടുണ്ടാവും, വലത്തെ കയ്യിൽ താഴെ പത്മം പിടിച്ചിട്ടുണ്ടാവും, ഇടത്തെ കയ്യിൽ താഴെ ചക്രം പിടിച്ചിട്ടുണ്ടാവും. അടുത്ത 19ാമത്തെ ഭാവം എന്ന് പറയുന്നത് സാക്ഷാൽ നരസിംഹം എന്ന് പറഞ്ഞിട്ടുള്ള ഭാവമാണ്. അതെ, നീല നീരത വർണ്ണ മൃദുല കമല രുചിര നയന നൃഹരേ എന്ന് നമ്മളൊക്കെ പാടുന്നില്ലേ? അപ്പം അതേ നരസിംഹമൂർത്തി തന്നെ. നരസിംഹമൂർത്തിനെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? വലത്തെ കയ്യിൽ മേലെ പത്മം പിടിച്ചിട്ടുണ്ടാവും, ഇടത്തെ കയ്യിൽ മേലെ ഗദ പിടിച്ചിട്ടുണ്ടാവും, വലത്തെ കയ്യിൽ താഴെ ചക്രം പിടിച്ചിട്ടുണ്ടാവും, ഇടത്തെ കയ്യിൽ താഴെ ശംഖ് പിടിച്ചിട്ടുണ്ടാവും. 20ാമത്തെ ഭാവം എന്ന് പറയുന്നത് അച്യുതൻ എന്ന് പറഞ്ഞിട്ടുള്ള ഭാവമാണ്. അതായത് സ്വരൂപ സാമർഥ്യം മൂലം ച്യുതിയില്ലാത്തവൻ, അതായത് നാശമില്ലാത്തവൻ ആരോ അവൻ അച്യുതൻ എന്നുള്ള രൂപത്തിൽ പറയാറുണ്ട്. അപ്പോൾ ഈ അച്യുതനെ നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? വലത്തെ കയ്യിൽ മേലെ പത്മം പിടിച്ചിട്ടുണ്ടാവും, ഇടത്തെ കയ്യിൽ മേലെ ചക്രം പിടിച്ചിട്ടുണ്ടാവും, വലത്തെ കയ്യിൽ താഴെ ഗദ പിടിച്ചിട്ടുണ്ടാവും, ഇടത്തെ കയ്യിൽ താഴെ ശംഖ് പിടിച്ചിട്ടുണ്ടാവും. അർച്ചാവതാരത്തിൽ 21ാമത്തെ ഭാവം എന്ന് പറയുന്നത് ജനാർദ്ദനൻ എന്ന് പറഞ്ഞിട്ടുള്ള ഭാവമാണ്. അതായത് ദുർജനങ്ങളെ അർദ്ധനം ചെയ്യുന്നവൻ ജനാർദ്ദനൻ എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അപ്പോൾ ജനാർദ്ദനമൂർത്തിനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? വലത്തെ കയ്യിൽ മേലെ ചക്രം പിടിച്ചിട്ടുണ്ടാവും, ഇടത്തെ കയ്യിൽ മേലെ ശംഖ് പിടിച്ചിട്ടുണ്ടാവും, വലത്തെ കയ്യിൽ താഴെ പത്മം പിടിച്ചിട്ടുണ്ടാവും, ഇടത്തെ കയ്യിൽ താഴെ ഗദ പിടിച്ചിട്ടുണ്ടാവും. ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ ഒരു രൂപം പെട്ടെന്ന് തന്നെ ഓർമ്മയിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം സാക്ഷാൽ ഗുരുവായൂരിൽ ഈ ഒരു അർച്ചാവതാര മൂർത്തിയാണ് ഉള്ളത്. അടുത്ത 22ാമത്തെ ഭാവം എന്ന് പറയുന്നത് ഉപേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഭാവമാണ്. അർദ്ധദേവന്മാരുടെയൊക്കെ രാജാവായിട്ടുള്ള ഇന്ദ്രൻ്റെ സഹോദര സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം വരുന്നത്. അതായത് ഇന്ദ്രൻ്റെ ഉപരിസ്ഥിതി ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. അപ്പം ഈ ഉപേന്ദ്രൻ എന്ന് പറഞ്ഞ മൂർത്തിനെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുക? വലത്തെ കയ്യിൽ മേലെ ഗദ പിടിച്ചിട്ടുണ്ടാവും, ഇടത്തെ കയ്യിൽ മേലെ ചക്രം പിടിച്ചിട്ടുണ്ടാവും, വലത്തെ കയ്യിൽ താഴെ ശംഖ് പിടിച്ചിട്ടുണ്ടാവും, ഇടത്തെ കയ്യിൽ താഴെ പത്മം പിടിച്ചിട്ടുണ്ടാവും. അടുത്ത 23ാമത്തെ മൂർത്തിഭാവം എന്ന് പറയുന്നത് ഹരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാവമാണ്. അതായത് ഒരു സ്മൃതി മാത്ര കൊണ്ട് പാപത്തിനെ ഹരിക്കുന്നവനാരോ അവൻ ഹരി എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അപ്പോൾ ഹരി എന്ന് പറയുന്ന സങ്കല്പത്തിൽ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? വലത്തെ കയ്യിൽ മേലെ ചക്രം പിടിച്ചിട്ടുണ്ടാവും, ഇടത്തെ കയ്യിൽ മേലെ പത്മം പിടിച്ചിട്ടുണ്ടാവും, വലത്തെ കയ്യിൽ താഴെ ശംഖ് പിടിച്ചിട്ടുണ്ടാവും, ഇടത്തെ കയ്യിൽ താഴെ ഗദ പിടിച്ചിട്ടുണ്ടാവും. അടുത്തത് ചതുർവിംശതി മൂർത്തികളിലെ അവസാനത്തെ, അതായത് 24ാമത്തെ ഭാവമാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഭാവത്തിലാണ് വരുന്നത്. അതായത് കൃഷ്ണവർണ്ണം മൂലം കൃഷ്ണാഹ എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. കൃഷ്ണനെ നമ്മൾ മനസ്സിലാക്കുന്നത് വലത്തെ കയ്യിൽ മുകളിൽ ഗദ പിടിച്ചിട്ടുണ്ടാവും, ഇടത്തെ കയ്യിൽ മുകളിൽ പത്മം പിടിച്ചിട്ടുണ്ടാവും, വലത്തെ കയ്യിൽ താഴെ ശംഖ് പിടിച്ചിട്ടുണ്ടാവും, ഇടത്തെ കയ്യിൽ താഴെ ചക്രം പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയാണ് 24 ഭാവങ്ങളിലുള്ള ചതുർവിംശതി മൂർത്തികൾ എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും നേരമായിട്ടും എന്താണ് ഭഗവാന്റെ ഓരോ ഭാവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അതിൽ 4ാമത്തെ ഭാവം ഇപ്പോൾ കഴിഞ്ഞു, അർച്ച എന്ന് പറഞ്ഞിട്ടുള്ള ഭാവം. ഇനിയിപ്പോൾ 5ാമത്തെ ഭാവമാണ്. ഈ അവസാനത്തെ ഭാവം എന്ന് പറയുന്നത് എന്താണ്? അന്തര്യാമി എന്ന് പറയുന്ന ഭാവമാണ് വരുന്നത്. എന്താണ് ഈ അന്തര്യാമി ഭാവം? ഒന്നുമില്ല, ഭഗവാൻ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് കുടികൊള്ളുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നതാണ് ഈ അന്തര്യാമി എന്ന് പറയുന്ന ഈ ഭാവം വരുന്നത്. അതായത് എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ അധിവസിക്കുന്നവൻ അവനാണ് ആര്? പരബ്രഹ്മൻ തന്നെ. ഇപ്പോൾ നമ്മൾ നാരായണീയത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താണ് സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താണ് പറയുന്നത്? ഈ കട്ട പിടിച്ച് കിടക്കുന്ന എന്താണ് ആ ആനന്ദം, അല്ലെങ്കിൽ എന്താണ് ആ ജ്ഞാനം, അല്ലെങ്കിൽ ആ ഒരു പരമാർത്ഥം ഗുരുഭവനപുരേ, അതായത് ഗുരുവായ വായു. ഗുരുവായ വായു എന്നാണ് നമ്മുടെ പ്രാണൻ. അപ്പോൾ ഗുരുവായ പ്രാണനോടുന്ന ആ ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം. അപ്പം എന്താണ് ഈ നമ്മുടെ ശരീരത്തിൽ തന്നെയാണ് ആ അവനിരിക്കുന്നത്. അതായത് ബ്രഹ്മതത്വമായിട്ടുള്ള ആ സാക്ഷാൽ പരബ്രഹ്മം തന്നെ ഇതാ ഇവിടെയാണ് ഇരിക്കുന്നത് എന്ന് നമ്മുടെ ഈ നാരായണീയത്തിൽ പറയുന്നില്ലേ. അത് തന്നെയാണ് ഈ 5ാമത്തെ അന്തര്യാമി എന്ന് പറയുന്ന ഈ ഒരു ഭാവം വരുന്നത്. അപ്പം അങ്ങനെയുള്ള ആ ഭഗവാനോട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? നമ്മുടെ നാരായണീയത്തിൽ ആ 100ാമത്തെ ഒരു ദശകം തന്നെയാണ് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്. എന്താണ്? എപ്പോഴും ഹൃദയത്തിൽ വർത്തിച്ചിട്ട് സകലവിധ താപങ്ങളും നീക്കിയിട്ട് പരമാനന്ദ സന്തോഷ ലക്ഷ്മീനെ തരണം എന്നുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാം.
അതിൽ പറയുന്നുണ്ടല്ലോ, നിത്യം ചിത്തസ്ഥിതം മേ പവനപുരമതേ കൃഷ്ണ കാരുണ്യ സിന്ധു ഹൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീം എന്ന് പറയുന്നില്ലേ. അപ്പം അങ്ങനെയുള്ള ആ പരമാനന്ദ സന്തോഹലക്ഷ്മീനെ ഞങ്ങൾക്ക് തരണേ, ഞങ്ങളുടെ ഉള്ളിൽ എപ്പോഴും കുടികൊള്ളണേ. ഈ അന്തര്യാമി എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയിലേക്ക്, അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഭഗവാൻ ഇരിക്കുന്ന അവസ്ഥ, ആ അവസ്ഥയിലേക്ക് നമ്മളെ ആക്കണേ എന്നുള്ളത് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് നിർത്താം. ഓം